ഗൈസ്, എല്ലാവർക്കും സിനിമയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ അവസാനമായിട്ടിട്ട വീഡിയോ എന്ന് പറയുന്നത് ഡൊമിനിക്കൻ ലേഡീസ് ബേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ ആ സിനിമയുടെ റിവ്യൂക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ദളപതി 69 സിനിമയുടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും വന്നിട്ടുണ്ട്. ഞായറാഴ്ചയായിരുന്നു വന്നത്, സൺഡേ ആയിരുന്നു വന്നത്. നമുക്കന്ന് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തായിരുന്നു. നമ്മൾ പോസ്റ്റർ കണ്ട്, പക്ഷെ അതിൽ പറയാനുള്ള ആ പോസ്റ്റർ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ സമയങ്ങളെല്ലാം നേരെ വീഡിയോ ചാനലാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫ്രം സിനിമ മീഡിയ. അല്ല ഗൈസ്, അപ്പോൾ എനിക്കില്ലേ നിങ്ങളോട് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് ആകെപ്പാടെ ഒരു സബ്സ്ക്രൈബറേ ഉള്ളൂ. ഇത്ര ദിവസം കിട്ടും, അത് ഒരു മാസം ആവാറായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. നമുക്കൊരു സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആണെങ്കിൽ കാണുന്നുണ്ട് കുറേ പേര്. ഫുൾ വീഡിയോസ് ഒക്കെ 21 പേര് കാണുന്നുണ്ട്. അത്യാവശ്യം വ്യൂസ് കയറുന്നുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസിന്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല. ആകെപ്പാടെ ഒരാൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ, ലൈക്കും ചെയ്യാറില്ല. എന്നിട്ടും ഞാൻ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ സന്തോഷം. എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പിന്നെയും വീഡിയോസ് ഇടുന്നത്. അപ്പം നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. നമ്മുടെ ചാനൽ ആയപ്പോൾ ഒരു സബ്സ്ക്രൈബർ തന്നെ ഉള്ളൂ. വെറുതെ എന്നാലും ബട്ടൺ നിൽക്കാൻ പോലെ. എന്തിനാ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട? വീഡിയോസ് കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വയ്ക്കും. എന്നിട്ട് വീഡിയോ കണ്ട് ലൈക്ക് അടിച്ചിട്ട് പോയി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ, അതിനൊരു കുഴപ്പവുമില്ല. നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടി, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടി. പിന്നെ കമന്റ് ബോക്സിൽ എന്താ പറഞ്ഞു വെച്ചാൽ പറഞ്ഞു. ഇനി തെറിയാണെങ്കിൽ പോലും ഞാനത് കുഴപ്പമില്ല. കാരണം അതെങ്കിലും ആരെങ്കിലും ഇടണം. നിങ്ങളപ്പോ ഒന്ന് ഞാൻ പറയുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കരച്ചിലിട്ടെടുക്കാം. അപ്പൊ ദളപതി 69 നമ്മുടെ HE വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പുള്ളിക്കാരനെ അറിയാലോ, നമ്മുടെ വാല്യമൈ, തുനിവ് എന്ന് പറയണ പടം എടുത്തിട്ടുള്ള വ്യക്തിയാണ് HE വിനോദ്. അത് മാത്രമല്ല, വേറെ കുറെ സിനിമയൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണ്, നീൽക്കൊണ്ടൻ, പാർവേ, അജിത്തിന്റെ തന്നെ. പിന്നെ ധീരം എന്ന് പറയുന്ന കാർത്തിയുടെ പടം. ധീരം എന്ന് പറയുന്ന സിനിമയൊക്കെ ഏകദേശം അടിപൊളി തന്നെയാണ്. നീൽക്കൊണ്ടൻ, പാർവേ എന്ന് പറയുന്ന സിനിമ അടിപൊളിയാണ്. പിന്നെ വാല്യമൈ, എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പടമാണ് വാല്യമൈ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ. ആദ്യമായിട്ടാണ് ഒരു പടം മുഴുവനും കാണാണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അത്രക്കും ബുദ്ധിപ്പിക്കലായിരുന്നു. പിന്നെ തുനിവ് ഒരു ആവറേജ് ആയിരുന്നു, വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തുനിവില്. പക്ഷെ ഓക്കെ എന്ന് പറയാൻ മാത്രം ഒരു പടം ഉണ്ടായിരുന്നു തുനിവ്. അത് ഞാൻ OTT കണ്ടത്. ജസ്റ്റ് ഓക്കെ. അതിലും കുറെ ലോജിക്ക് മിസ്റ്റേക്കുകൾ ഉണ്ട്, പക്ഷെ എങ്കിലും ഓക്കെ എന്ന് പറയാൻ ആ പടത്തിലുണ്ട്. ഇനി കാര്യത്തിലുണ്ട്, ഈ വ്യക്തിയാണ് ദളപതി 69 സംവിധാനം ചെയ്യുന്നത്. ഇത് അനൗൺസ് ചെയ്തപ്പോഴേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് എങ്ങനെയൊക്കെ പടം എടുക്കുമെന്ന് എനിക്കറിയാം. കാരണം വാല്യമയിലൊക്കെ കണ്ടതാണ്. ഈ റീസെന്റ് ടൈംസിൽ പുള്ളി പടം എടുക്കാൻ പോരാ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ പുള്ളിന് മനസ്സിലാവും. തുനിവിലും വാല്യമയിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ദളപതി 69 എങ്ങനെ എടുക്കുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരട്ടെ, എന്നാ ചെയ്യട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്ത് HE വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. അതിൻ്റെ അടുത്താണ് മ്യൂസിക്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നും അമിതാഭ് ബൈജു ഉണ്ട്, കുറെ പേരുണ്ട് കേട്ടോ. കുറെ അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഉണ്ട്. ബോബി ഡിയോളൊക്കെ ഉണ്ട്. ബോബി ഡിയോൾ സിനിമയിൽ വില്ലനായിട്ട് വരും എന്നാണ് പറയുന്നത്. അറിയത്തില്ല, അത് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ലുക്ക് ഈ സൺഡേ വന്നു. ഇതാണ് ഫസ്റ്റ് ലുക്ക്. പോരാ, ഫസ്റ്റ് ലുക്ക് ഒട്ടും പോരാ. ഞാൻ വേറെ എന്തൊക്കെയോന്ന് വിചാരിച്ചത്. പക്ഷെ ഫസ്റ്റ് ലുക്കിൽ ഇതെന്താണ് ഇവര്
ഫസ്റ്റ് ലുക്ക് പോരാട്ടോ, ഒട്ടും പോരാ. കാരണം വിജയുടെ ലുക്ക് നൈസായിട്ട് വന്നിട്ടുണ്ട്, വിജയുടെ ലുക്ക്. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ്. പോരാട്ടോ ഫസ്റ്റ് ലുക്ക്, പോരാ. ഇനി സെക്കൻഡ് ലുക്ക് കാണിക്കാം. ഇതാ സെക്കൻഡ് ലുക്ക്. ഇതൊട്ടും പോരാ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഈ ഒരു സെക്കൻഡ് ലുക്ക്. എന്താണിത്? എന്താ വെറുതെ ഒരു ഫാൻ മെയ്ഡ് സാധനം പോലെ ഇരിക്കുന്നു. പിന്നെ ലൊക്കേഷൻ സ്ഥലത്തുനിന്ന് എടുത്തിരിക്കുന്ന സ്റ്റില്ല് പോലെ ഇരിക്കുന്നു. ഒരു സെക്കൻഡ് ലുക്കായിട്ട് കൂട്ടാൻ പറ്റാനുള്ള, ഫസ്റ്റ് ലുക്കും അതെ, ഫസ്റ്റ് ലുക്കായിട്ട് കൂട്ടാൻ പറ്റാനുള്ള എന്താണ്? ഞാൻ ഇവിടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും കൂടി കാണിച്ചു തരാം. കണ്ട ഇതിൽ വിജയുടെ ലുക്ക് ഓക്കെ. നമുക്ക് ഈ ഫസ്റ്റ് ലുക്കിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പൊളിറ്റിക് പടം തന്നെയായിരിക്കും. അതാ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തൊക്കെയോ വിചാരിച്ച് സിനിമയുടെ പേര് ജനനായകൻ. പേര് ഓക്കെ, നൈസായിട്ടുണ്ട്. ഒരു അവസാനത്തെ പടമല്ലേ, അപ്പൊ ഇങ്ങനത്തെ പേരൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ജനനായകൻ ഓക്കെ. പക്ഷെ പോസ്റ്റർ പോരാ, വലുതായിട്ടൊന്നും ഇല്ല. കാരണം ഗോട്ട് സിനിമയുടെ ഇതിനെ ഉപയോഗിച്ച് ഇതിനേലും നല്ലതായിരുന്നു ഗോട്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, സെക്കൻഡ് ലുക്കും. പക്ഷെ ഇതെന്താ ഒരു ഫാൻ മെയ്ഡ് സാധനം പോലെ ഇരിക്കണ്. വിജയനെ വെച്ച് പടം എടുക്കുമ്പോ അത് അവസാനത്തെ പടം വിജയനെ വെച്ച് എടുക്കണേ. ഇച്ചിരി നല്ലത് എടുത്തൂടെ? എന്തിനാ ഇങ്ങനെ? പോയല്ലോ. നല്ല പടമൊക്കെ മതിയായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടി അവര് നമ്മുടെ ബാലയുടെ ഭഗവതി കേസരി എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കും കൂടിയാണെന്ന് കുറെ റൂമേഴ്സ് വന്നിട്ട്. അത് ഏകദേശം കൺഫേം ആയ രീതിയിലാണ്. നാക്കല്ലേ പ്ലീസ്. എന്താ പറയാ ഇനിയിപ്പോ ഇതിനെ പറ്റി? ഒന്നും പറയാനില്ല ഇനി. കാരണം പോരാ, ഒട്ടും പോരാ. ഇത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ലൈക്ക് അടി, സബ്സ്ക്രൈബ് ചെയ്യും. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചു. ഇതിനൊരു കുഴപ്പമില്ല ഡിസ്ലൈക്ക് അടിക്കുന്നതിന്. അപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് വേറൊരു വീഡിയോ കൂടി വരുന്നതായിരിക്കും. ഇന്ന് വരാൻ ചാൻസ് ഉണ്ടാകത്തില്ല. ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് നാളെ ആയിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. സ്പെഷ്യൽ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രേഖാചിത്രം സിനിമയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും. ഫസ്റ്റ് പോസ്റ്റർ എനിക്ക് പേഴ്സണലി വലുതായിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഓക്കെ. ഫസ്റ്റ് ലുക്കാണ് സെക്കൻഡ് ലുക്കിനേലും ഭേദമായിട്ട് തോന്നിയത്. സെക്കൻഡ് ലുക്ക് ഒട്ടും പോരാ. ഫസ്റ്റ് ലുക്ക് ജസ്റ്റ് ഓക്കെ എന്ന് പറയാനെങ്കിലും ഉണ്ട്. സെക്കൻഡ് ലുക്ക് പോരാ. അപ്പോൾ പുതിയ വീഡിയോ കാണാൻ ബൈ.